ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ 24-ാം തീയതി കട്ടപ്പനയിൽ നടക്കും. ജില്ല നേരിടുന്ന വിവിധ വിഷയങ്ങളിലും ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങളിലും ചർച്ചകൾ നടക്കും. കട്ടപ്പന വള്ളക്കടവ് സിബീസ് ഗാർഡനിൽ വെച്ച് നടക്കുന്ന കൺവെൻഷൻ രാവിലെ 10 മണിക്കാണ് ആരംഭിക്കുന്നത്. വികസിത കേരളം എന്ന സങ്കല്പത്തിൽ ഇടുക്കിയിൽ ഉണ്ടാകേണ്ട വികസന പ്രവർത്തനങ്ങളെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട പാർട്ടി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെ പറ്റിയും കൺവെൻഷൻ ചർച്ച ചെയ്യും. പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട പ്രതിനിധികളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ആദ്യമായി ഇടുക്കി സൗത്ത് ജില്ലയിൽ എത്തുന്ന സംസ്ഥാന അധ്യക്ഷന് ജില്ലാ മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രത്യേകം സ്വീകരണം നൽകും. ബി.ജെ.പിയുടെ ഭാവി പരിപാടികൾ, പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം നേതാക്കന്മാരുമായി ചർച്ച നടത്തും. അതോടൊപ്പം ജില്ലയിലെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. ചന്ദ്രശേഖരന്റെ വിസിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സ്ഥിരമായി കബളിപ്പിക്കുന്ന ഈ പരിപാടിക്കെതിരെയും അതുപോലെ തന്നെ ജില്ലയിൽ നിലനിൽക്കുന്ന ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് സമര പരിപാടികൾ ആലോചിക്കുന്നതിലൊക്കെ ഒരു വിശദീകരണവും അദ്ദേഹത്തിന്റെ ഇടുക്കി സൗത്തിലേക്കുള്ള യാത്രയില് കട്ടപ്പന സിബീസ് ഗാർഡനിൽ വെച്ച് നടക്കുന്ന കൺവെൻഷനിൽ ചർച്ച ചെയ്യപ്പെടും. ബി.ജെ.പി. ഇടുക്കി ജനങ്ങൾ നേരിടുന്ന ജനകീയ വിഷയങ്ങളിലൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്നുകൂടി ഈ അവസരത്തില് ജില്ലയിലെ ഭൂപ്രശ്നങ്ങളടക്കം 53 വർഷക്കാലം തുടരുന്ന മുഴുവൻ വിഷയങ്ങളിലും കൺവെൻഷനിൽ ചർച്ചകൾ നടക്കും. പലതവണയായി മുഖ്യമന്ത്രി അടക്കം പ്രഖ്യാപിച്ച 12,000 കോടി രൂപയുടെ പാക്കേജ് എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം സർക്കാർ നൽകണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബി.ജെ.പി. സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസ്, കെ. കുമാർ, രതീഷ് വരകുമല, തങ്കച്ചൻ പോരിയിടം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.